കോറിലേഷൻ എന്ന പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണിത്. കാൾപേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അരിത്തമെറ്റിക് മീൻ, ഈ 3 മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യുക. അരിത്തമെറ്റിക് മീൻ, അസ്യൂം മീൻ, ഡയറക്റ്റ് മീൻ. അതിൻ്റെ ഒക്കെ 3 ഇക്വേഷനാണിത്. സംഭവം സിമ്പിളാണിത്. കാണുന്ന മാതിരി വലിയ കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ ഒന്ന് വേഗം പറ്റും. ഈ സിഗ്മ നോക്കണ്ട. സിഗ്മ വെച്ചാൽ അത് ടോട്ടലിൻ്റെ അതായത് മൊത്തം ടോട്ടൽ ചെയ്തതിൻ്റെതാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. XY/√x² പക്ഷേ ഇക്വേഷൻ എഴുതുമ്പോൾ പ്രോബ്ലത്തിൽ എഴുതുമ്പോൾ അതിങ്ങനെ കാണിക്കണുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പം വളരെ എളുപ്പത്തിൽ പറ്റും. ഇതും അത് തന്നെ. അറിയുന്നത് നമ്മൾ പ്രോബ്ലത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അത് കൂട്ടുന്നതാണ്. അപ്പോൾ n×dx dy, അതായത് ഡി എക്സും ഡി വൈ അതൊക്കെ നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇത് തൽക്കാലം ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇത് ഒരു പേപ്പറിലേക്ക് മാറ്റി എഴുതി വെച്ചോ, എന്നാൽ പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഉപകാരമാവും. എന്താ അപ്പോൾ ഒരു ചോദ്യം ഇതാ, ഫൈൻഡ് ദ കാൾപേഴ്സൺ കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതിപ്പോൾ ഇന്ന മെത്തേഡ് പറഞ്ഞ, അതായത് ഇന്ന മെത്തേഡ് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും എളുപ്പം അരിത്തമെറ്റിക് മീൻ ചെയ്യുന്നതാണ്. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇക്വേഷനും വളരെ ചെറുതാണ്. പിന്നെ ഇതിലേത് എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞാലും ഇതിൽ ചെയ്താൽ ഉത്തരം കിട്ടും. പക്ഷെ ആ ഇക്വേഷനായിരിക്കും മാർക്ക് ഉണ്ടാകുക. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഇപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 2 മാർക്കൊക്കെ ചിലപ്പോൾ 3 മാർക്കൊക്കെ ഇത് വെച്ച് ചെയ്താൽ കിട്ടും. മറ്റേ ഇക്വേഷന് 2 മാർക്കൊക്കെ തന്നെ. ഓക്കെ, അപ്പം ചോദ്യം അതാ, ഫൈൻഡ് ദ കാൾപേഴ്സൺ കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ടേബിൾ ആയിരിക്കാം. അതിലെന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് വൈ, പിന്നെ സ്മോൾ എക്സ് സ്മോൾ വൈ, സ്മോൾ x² y² xy ചെയ്താൽ, എന്നിട്ട് ഈ എക്സിൽ തന്നതൊക്കെ ഇവിടേക്ക് എടുത്ത് ചെയ്താൽ, അതായത് 85, 96, 92, 98, 90, 99, 98. ഓക്കെ, എന്നിട്ട് വൈലത്തും നമ്മൾ എടുത്ത് ചെയ്താൽ 72, 86, 78, 76, 78, 86, 84. ഓക്കെ, എന്നിട്ട് എന്താക്കി വെച്ചിട്ടുണ്ട്, ഇതിന് ഫുള്ള് ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ എല്ലാം കൂടി നമുക്ക് 658 കിട്ടും. അതേമാതിരി മറ്റേതും ടോട്ടൽ ചെയ്ത് നോക്കാം. ഇതാ 72 + 86 + 78 + 76 + 78 ഇതെല്ലാം കൂടിയും ചെയ്താൽ നമുക്ക് 560 കിട്ടും. മൊത്തമുള്ള എലമെൻറ്റ്സ് എത്ര, അതായത് 1 2 3 4 5 6 7. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുക. അതായത് ഇത് ചെയ്താൽ 678 ÷ 7 ചെയ്യുക ഇവിടെ. അപ്പോൾ നമുക്ക് 94 കിട്ടും, ഇവിടെ 80 കിട്ടും. ഇവിടെ നമ്മൾ മെല്ലാണ് എന്താക്കുക, 94 80 ചെയ്താൽ ഈ സ്മോൾ എക്സ് ഇത് മൈനസ് ചെയ്താലാണ് നമുക്ക് സ്മോൾ എക്സ് കിട്ടുക. അതായത് 85 94 ഇതിങ്ങനെ മൈനസ് ചെയ്യുക. അപ്പം 85 94 മൈനസ് ചെയ്താൽ -9, 96 ഇതാക്കിയാൽ 2, -2, 4, -4, 5, 4. അതേമാതിരി മറ്റേതും എത്ര 80 ആണ്. അപ്പോൾ ഇതെന്താ -8, 6, -2, -4, -2, 6, 4. ഓക്കെ, ഇത് എഴുതി വെക്കുക. ഇനി നമ്മൾ എന്താക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തന്നതിൻ്റെ ഒക്കെ സ്ക്വയർ, സ്മോൾ എക്സിൻ്റെ ഒക്കെ സ്ക്വയർ എടുക്കുക ഇവിടെ. അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81, 4, 4, 16, 16, 25, 20. അതേമാതിരി 25, 16. ഇനി അതേമാതിരി ഇതും വൈൻ്റെതും 64, 36, 4, 16, 4, 36, 16. ഇത് ടോട്ടൽ ചെയ്യാം. അതായത് ഇതാ 81 + 4 + 4 + 16 + 16 + 25 + 16. അപ്പോൾ നമുക്ക് ടോട്ടൽ വരിക 162. അതേമാതിരി മറ്റേതും ചെയ്യാം. 64 + 36 + 16 + 4 +
മൊത്തം നമുക്ക് ഇവിടെ 176 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. -9 × 8 72, 2 × 6 12, 4 -16, 8 30 16. ഇത് നമ്മൾ മൊത്തം ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 126 കിട്ടും. ഇനിയാണ് നമ്മളെ ഇക്വേഷൻ്റെ വരവ്. അതായത് R = സിഗ്മ എക്സ് വൈ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഓക്കെ, സംഭവമൊന്നുമില്ല. സിഗ്മ എക്സ് വൈ അറിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടലാണ്. അതായത് നേരത്തെ പറഞ്ഞത്. സംഭവം ഇക്വേഷൻ വലിയെന്തോ സംഭവമായി തോന്നുമെങ്കിലും സംഭവം ഇത് എളുപ്പമാണ്. x² അറിയുന്നത് എന്താ? 162 ഇൻറ്റു 176. ഓക്കെ, അപ്പോൾ 126 ഡിവൈഡഡ് ബൈ റൂട്ട് 162 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 12.72 എടുക്കാം. ഇൻറ്റു റൂട്ട് 176 എടുക്കുക. അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 13.2 അതും എടുക്കുക. എന്നിട്ട് അതിനോട് മേലെ മറ്റേ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 168.842 എടുക്കുക ബൈ 126. 126 ഡിവൈഡഡ് ബൈ 168.842 ചെയ്താൽ 0.746. അതായത് ഇതിൻ്റെ കോറിലേഷൻ